രമേടാ, കണ്ണ് കണ്ണ് തുറന്നേ. മുന്നിലെ ഇന്ദ്രന്റെ കയ്യിലിരിക്കുന്ന തിളങ്ങുന്ന വാളിലേക്കും അവന്റെ മുഖത്തെ ആനന്ദിലേക്കും നോക്കി തന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്ന സഹസ്രയുടെ കവളിൽ തന്റെ വിറയ്ക്കുന്ന കൈകൾ വച്ചവൾ ഒരു വെപ്രാളത്തോടെ വിളിച്ചു. അവളുടെ വിളിക്കടുത്തും വേദന കൊണ്ട് കണ്ണുകൾ അടച്ച സഹസ്ര തന്റെ ചുവന്നു പോയ കണ്ണുകൾ തുറന്ന് മുന്നിലിരിക്കുന്ന ദക്ഷയൊന്ന് നോക്കി. അവളുടെ കണ്ണിലെ ഭയം അത് തനിക്ക് വേണ്ടിയാണെന്നോർക്കെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞുപോയി. ദക്ഷ, നമുക്കിടയിലേക്ക് വന്നവനെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ എങ്കിലും നീനിലേക്ക് തിരികെ വരുമോ? നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന നിന്നെ ഞാൻ രാജ്ഞിയെപ്പോലെ നോക്കാൻ ഞാൻ. എൻ്റെ അരിയിലേക്ക് വാ ദക്ഷ. വല്ലാത്തൊരു ഭാവത്തിൽ ഇന്ദ്രൻ അവർക്ക് അടുത്തേക്ക് നടന്നതും ദക്ഷ അവനെ പകയിരിക്കുന്ന കണ്ണോടെ നോക്കിയിരുന്നു. അവളുടെ ആ ഭാവം, അവനെ അവളിൽ അടിമയാക്കുന്ന ആ ഭാവത്തെ ഇന്ദ്രൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു പോയി. ഞാൻ ഒരിക്കലും നിന്നോട് പോർക്കാത്ത തരത്തിലുള്ള തെറ്റ് ചെയ്തല്ലോ ഇന്ദ്ര. നിന്നോട് ഞാൻ ഇനി ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സഹസ്ര മുറിയിലൂടെ ഒഴുകുന്ന ചോര നോക്കി മനസ്സ് കല്ലാക്കി അവൾ പറഞ്ഞു കേട്ടതും ഇന്ദ്രനൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ക്ഷമിക്കരുത് ദക്ഷ, നിന്റെ വെറുപ്പോടുള്ള നോട്ടമാണ് എനിക്ക് വല്ലാത്ത ആനന്ദം തരുന്നത്. തൻ്റെ കയ്യിൽ വാഴ്ന്നും സഹസ്രയുടെ ചോര തൻ്റെ വിരൽ കൊണ്ട് വടിച്ചെടുത്തവൻ പുലമ്പിയതും ദക്ഷയുടെ കണ്ണുകൾ സഹസ്രയിലൊന്നും മുറുകി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം രമേട. ഇന്ദ്രനോടുള്ള പകൽ ജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അതിലും വലുത് അവൾക്ക് സഹസ്രയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. തളർന്നു പോയ സഹസ്രയെ താഴ്ന്നും വലിച്ചുയർത്തി അവൾ ഒന്ന് നേരെ നിന്നതും ഇന്ദ്രന്റെ കണ്ണുകളൊന്ന് കൂർത്തുപോയി. കൂടെ അവന്റെ കയ്യിലിരിക്കുന്ന വാളൊന്നുകൂടെ പിടിമുറുക്കി അവൻ. ഇവിടെ നിന്ന് നീ ഇവന്റെ ശവം മാത്രമേ പുറത്തു പോകൂ ദക്ഷ, ഇല്ലെങ്കിൽ നിന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ ഇവൻ വിടില്ല. സഹസ്രയ്ക്ക് നേരെ ഒന്നുകൂടെ ഉയർന്ന് താഴ്ന്നു പോയി ഇന്ദ്രന്റെ കയ്യിലിരുന്ന ആ വാള്. പക്ഷെ സഹസ്രം തൊടുന്നതിന് മുൻപ് തന്നെ ദക്ഷയുടെ കാലുകൾ ഒന്ന് ഉയർന്ന് ഇന്ദ്രന്റെ നെഞ്ചിലായി ശക്തിയിൽ പതിഞ്ഞതും അവനൊന്ന് പുറകിലേക്ക് മറിഞ്ഞിരുന്നു. ദക്ഷയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളെ ശരീരത്തോട് ചേർന്ന് സഹസ്ര ഒന്ന് പിന്നിലേക്ക് മറിഞ്ഞു പോയ അതേ നിമിഷം തന്നെ അവൾ അവനെ തന്നെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് നിർത്തി. ദക്ഷയുടെ ഇടം നെഞ്ചിലെ സാരത്തലപ്പൊന്ന് മാറ്റി അവിടെ സഹസ്രയുടെ ചുണ്ടുകൾ ഒരിളം ചിരിയോടെ പതിയുമ്പോൾ അവനെ നോക്കിയ ദക്ഷയുടെ ചുണ്ടുകൾ സങ്കടത്തിലൊന്ന് വിതുമ്പിപ്പോയി. അവന്റെ ക്ഷീണിച്ച നിൽപ്പും ചോര ഒഴുകുന്ന ശരീരവും അവളെ അത്രമാത്രം തകർത്ത് കളയുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ തന്നെ ഇതറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. നിന്റെ സമ്മതത്തോടെ കണ്ടാൽ മതി എനിക്ക്. അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളിലെ വിരൽ കൊണ്ടൊന്ന് തട്ടി അവൻ പതിയെ പറയവേ ആ അവസ്ഥയിലും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. ദക്ഷ, വീണുപോയി ഇന്ദ്രൻ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് എഴുന്നേറ്റതും സഹസ്രയുടെ കണ്ണുകൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു. ഇവനുള്ള മറുപടി കൊടുത്തിട്ട് മതി അഗ്നി ബാക്കിയെല്ലാം. അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറന്നു പിടിക്കാൻ വളരെ പാടുപെട്ടവൻ പറയേ ദക്ഷ വളരെ ശ്രദ്ധയോടെ സഹസ്രയെ സെറ്റിലായി ഇരുത്തി കഴിഞ്ഞിരുന്നു. നീ എന്നെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത് ദക്ഷ. നിന്നെ ഒരുവൻ ആഗ്രഹത്തോടെ നോക്കുന്നത് പോലും സഹിക്കില്ല എനിക്ക്. അങ്ങനെയുള്ളപ്പോൾ ഇവനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന നിന്നെ കണ്ട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? ഇന്ദ്രൻ മുരൾച്ചയോടെ പറഞ്ഞു കേട്ടതും അവളുടെ വലം കൈ നിവർത്തി ഇന്ദ്രന്റെ വലത് കൈ മടക്കി ലൂക്കോടെ ഒന്ന് വെട്ടി. അവളുടെ ആ പ്രവൃത്തിയിൽ ഇന്ദ്രന്റെ കയ്യിൽ വാള് തെറിച്ചു പോലും മുണ്ടൊന്നുകൂടെ മുറുക്കി കൊടുത്തവൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു. അവന്റെ മുഖം കാണെ ദേഷ്യവും പകയും മിരച്ചു കയറിയ ദക്ഷ തന്റെ സാരത്തുമ്പെടുത്ത് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവന്റെ കവളിൽ ശക്തിയായി അടിച്ചു. ഒന്നല്ല ഒരുപാട് തവണ മാറി മാറി അടിച്ചതറിഞ്ഞിട്ടും ഇന്ദ്രൻ അവളെ വശ്യമായി നോക്കി നിന്നതേയുള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് ത്രാടിക്കൊണ്ടാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ദക്ഷ. അവൾക്ക് നേരെ തന്റെ രണ്ട് കൈകളും നിവർത്തി പിടിച്ചു ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ നോക്കിയെന്ന് പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ ഞൊടിയിടയിൽ അവന്റെ കയ്യിലും താഴെ പോയ വാളെടുത്ത് കയ്യിൽ പിടിച്ചവൾ. പല്ലിന് പല്ലെന്ന പോലെ ബ്രഹ്മേട്ടന് ചോരയ്ക്ക് പകരം നിന്റെ ചോര, അതല്ല ഇന്ദ്ര നല്ലതും. ദക്ഷ പറഞ്ഞിട്ട് തന്റെ കൈയിരുന്ന വാൾ ഒന്ന് അവന് നേരെ ആഞ്ഞു വീശി. ദക്ഷ നോ. കീതപ്പോഴുള്ള സിദ്ധുവിന്റെ അലർച്ചയ്ക്കൊപ്പം ഇന്ദ്രന്റെ വേദന നിറഞ്ഞ ശബ്ദവും ഉയർന്നു കേട്ടവിടെ. അയ്യോ സഹസ്ര സാർ. സിദ്ധുവിന്റെ കൂടെ വന്ന തീർത്ത ഞെട്ടലോടെ മുന്നിലെ കാഴ്ച കണ്ടതും സഹസ്രയ്ക്ക് നേരെ ഓടി. ഇന്ദ്ര. സിദ്ധു ഒരു ഞെട്ടലോടെ ചോര ഒഴുകുന്ന ഇടുപ്പും പിടിച്ച് മുട്ടുകുത്തിയിരുന്നു പോയി ഇന്ദ്രൻ നേർക്ക് പറഞ്ഞതും ദക്ഷയുടെ കൈകൾ വീണ്ടും അവനിൽ ഉയർന്നു താഴ്ന്നു. വേണ്ട വേണ്ട ദക്ഷ, ഒന്നും ചെയ്യില്ല നീ. വേഗം തന്നെ ദക്ഷ തടഞ്ഞുകൊണ്ട് സിദ്ധു ആളെ പുറകിൽ നിന്നും ഒന്ന് പുണർന്നുകൊണ്ട് തടഞ്ഞു വെച്ചു. അവന്റെ പിടിയിൽ നിന്നും ഒന്ന് കുതിരിക്കൊണ്ട് ദക്ഷ അവനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. സഹസ്ര സാർ, ആളെ ഹോസ്പിറ്റലാക്ക് ദക്ഷ. അവളുടെ ഭാവം കാണാൻ പേടിയോടെ സിദ്ധു സെറ്റിയിൽ തളർച്ചയോടെ കണ്ണടച്ച് കിടക്കുന്ന സഹസ്രയെ നോക്കി പറഞ്ഞതും ദക്ഷ ഒരു പിടച്ചിലോടെ അവനെ നോക്കിപ്പോയി. കൊണ്ടുപോയിക്കോളാം, എവിടെയാണെന്ന് വെച്ചാ 2 കല്ല് എഴുന്നേറ്റ് വരുമ്പോൾ ബാക്കി കൊടുക്കാൻ ഞാനിവന്. ഇന്ദ്രനെ ഒന്ന് നോക്കി സിദ്ധുവിനെ നേരെ തിരിഞ്ഞു ദക്ഷ. അത് കഴിഞ്ഞ് സഹസ്രയെ വെപ്രാളത്തോടെ വിളിക്കുന്ന തീർത്തിയുടെ തലമുടിയിൽ പിടിച്ച് അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചവൾ. നീ ആഗ്രഹിച്ചവൻ അവിടെയുണ്ട് തീർത്ത. ഇത് ദക്ഷയ്ക്ക് മാത്രം അവകാശപ്പെട്ടവനാണ്. അവനിലേക്ക് ഒരു നോട്ടം പോലും നീ നോക്കിയെന്ന് ഞാൻ കണ്ടാൽ
ചുവന്ന കണ്ണോടെ പറഞ്ഞുകൊണ്ട് ദക്ഷപതി സഹസ്രയെ താങ്ങിപ്പിടിച്ചു. പ്രേമേട്ടാ. അബോധാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സഹസ്ര കവിളിൽ തട്ടി അവനെ ചുറ്റിപ്പിടിച്ച് തൻ്റെ കാറിലേക്ക് കയറ്റുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ അവനെ ഓർത്ത് പെയ്തുകൊണ്ടേയിരുന്നു. അകത്തുള്ള ഇന്ധനയോ അവൻ്റെ അവസ്ഥയെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ദക്ഷ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നുകൊണ്ട് സഹസ്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൾ. പിന്നെ വേഗം ദക്ഷ സഹസ്രയും കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ തീർത്ത ദക്ഷയുടെ സംസാരം കേട്ട ഞെട്ടിൽ നിന്ന് പുറത്തു വന്നതേയുള്ളൂ. സിധു താഴെ കിടന്ന് പിടയുന്ന ഇന്ധനെ നോക്കി സ്തംഭിച്ചെന്ന് പോയി. അവനിവിടെ എന്താ നടന്നതെന്ന് ഏകദേശം ധാരണയുണ്ടായിരുന്നു. ദക്ഷ ഇന്ദ്രനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നോർത്തതും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിട്ടും സിധു ഒന്നടങ്ങി. ഇന്ധനെ ഇവിടെ അങ്ങനെ ഇട്ടിട്ട് പോയാലോ എന്ന് ദക്ഷ സ്നേഹിക്കുന്ന ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാധിച്ചു നിന്നു. ഇന്ദ്ര, ഇതെന്താ? തീർത്ഥം കഴിഞ്ഞ കാര്യം ഓർത്തെന്ന് തല കുടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും താഴെ ചോര ഒഴുകിക്കിടക്കുന്ന ഇന്ധനെ കണ്ട് അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞുപോയി. ഇത്രയും നേരമായിട്ടും അവന് പറ്റിയത് എന്താണെന്ന് അറിഞ്ഞതുപോലുമില്ല. അവൾ ശ്രദ്ധ മുഴുവനും സഹസ്രയിൽ മാത്രമായിരുന്നു. പിടിക്ക് തീർത്ത. സിധു അവളെ നോക്കി അമർഷത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ധനെ താഴ്ന്ന് പതിയെ പിടിച്ചുയർത്തി. കൂടെ ഞെട്ടൽ മാറ്റിവെച്ച് തീർത്തയും. അവളാണോ ഇത് ചെയ്തത് സിധു? കേസ് കൊടുക്കണം. അവൾക്കെതിരെ ജയിലിൽ പോയി കിടക്കണം. അവൾ തന്നോട് മുഴിച്ച് സംസാരിച്ച ദക്ഷയെ ഓർത്തുകൊണ്ട് തീർത്ത അമർഷത്തിൽ പറഞ്ഞതും സിധു അവളിൽ നിന്ന് രൂക്ഷമായി നോക്കിയതേയുള്ളൂ. പകുതി ബോധം പോയ ഇന്ദ്രനിൽ നിന്നും ഞരക്കവും മുഴലും കിടന്നും സിധു വേഗം കാറെടുത്ത് തങ്ങളുടെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടിച്ചു. ഇതേ സമയം സിറ്റി വലിയ ഹോസ്പിറ്റൽ സഹസ്രയെ കൊണ്ട് എത്തിച്ച ദക്ഷ അവിടെ എത്തുമ്പോഴേക്കും അവൻ്റെ ബോധം പൂർണ്ണമായി നശിച്ചു പോയിരുന്നു. സഹസ്രയെ ഐസിയിലേക്ക് കയറുന്നത് കാണാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ചുമർചാരി അവിടെ തന്നെ നിന്നുപോയി. അഴിഞ്ഞൊഴിഞ്ഞ സാരിയിലാകെ പടർന്നു പിടിച്ചിരിക്കുന്ന ചോരക്കരകൾ അവളെ ഉടൽ വല്ലാതെ നിന്നും വിറച്ചുപോയി. തൻ്റെ എല്ലാമായവൻ്റെ ചോരയിലേക്ക് നോക്കി ഇന്ധനോടുള്ള പക അവളിൽ വീണ്ടും മാളിക്കത്തി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടറും നേഴ്സും ഒക്കെ ഓടിക്കയറുന്നത് കാണി നിർവികാരമായി അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ ചുറ്റുമൊന്ന് നോക്കി അവൾ. വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റൽ വരുന്നതും കൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. റിസപ്ഷനിലേക്ക് നടന്ന് അവരുടെ ഫോൺ വാങ്ങി വീരസിംഹയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ദക്ഷ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാമേ, എൻ്റെ ബ്രഹ്മേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ. നന്നായി തളർന്നു പോയ ശരീരം വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വിതുമ്പുന്ന ചുണ്ടോടെ ചങ്ക് തകർന്ന പോലെ പറഞ്ഞതും അപ്പുറത്ത് കോൾ എടുത്ത വീരസിംഹയുടെ നെഞ്ചിൽ ഒരു വെള്ളടി വെട്ടിപ്പോയി. തൻ്റെ പാരമ്പര്യം കാക്കേണ്ട സഹസ്രയോർത്ത് അയാളിൽ ആദ്യം നിറയുമ്പോൾ ഇന്ന് നടന്നതെല്ലാം വിശദമായി പറയുകയായിരുന്നു ദക്ഷ. കൂടെ അവളുടെ ഏങ്ങലുകൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എത്രയും വേഗം തന്നെ താൻ അവിടെ എത്തും എന്നും അവളോട് ഉറപ്പ് കൊടുക്കുമ്പോൾ അയാളും തന്നെ തകർന്നു പോയിരുന്നു. തൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ സഹസ്ര. അവനൊന്ന് വീണു പോയാൽ പിടയുന്നത് അയാളുടെ ചങ്ക് തന്നെയായിരുന്നു. വീരസിംഹ ഫോണിൽ സംസാരിക്കുന്ന കണ്ടതും അരകിലുണ്ടായിരുന്ന വൈദേഹിയും അക്ഷയും സംശയത്തോടെ അയാളെ നോക്കി. കൂടെ തന്നെ അതിഥികളായ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവരും. എന്തു പറ്റിയപ്പേ? അയാളുടെ മുഖത്തെ വെപ്രാളം കണ്ടതും അക്ഷയ് പതിയെ സെറ്റിൽ പിടിച്ചൊന്ന് എഴുന്നേറ്റുകൊണ്ട് അയാൾക്കരികിലേക്ക് വന്നു. ഞാൻ സിറ്റി ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ അഡ്മിറ്റാണ്. എന്തോ ആക്സിഡൻ്റ് ആണ്. അത് പറയുമ്പോൾ വല്ലാത്ത വിറയ്ക്കുന്ന വീരസിംഹ അക്ഷയ് ഒരു സംശയത്തോടെയാണ് നോക്കിയത്. കൂടെ തന്നെ അയാളുടെ ഭാവങ്ങൾ ഓരോന്നും പെട്ടെന്ന് മനസ്സിലാക്കുന്ന വൈദേഹിയും. എന്തു പറ്റി? ആരെ ഇപ്പോൾ വിളിച്ചത്? വൈദേഹിയും അയാളുടെ നിൽപ്പ് കണ്ട് അമ്പരപ്പോടെ ചോദിച്ചു. സഹസ്ര മോന്, അവനൊരു ആക്സിഡൻറ്റ്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. ദക്ഷമോൾ ഒറ്റയ്ക്കാണ് അവിടെ. വല്ലാതെ പേടിച്ചിട്ടുണ്ട് അവൾ. എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്ക് അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ അയാളിൽ വല്ലാത്ത ധൃതി കൂടി. വീരസിംഹയുടെ സംസാരം കേട്ടതും വൈദേഹിയും വയറിൽ നിന്നും ഒരു ആളിൽ ഉടലാകെ ഊരിത്തിരിഞ്ഞിരുന്നു. അവർക്കെടുത്ത് വിശ്വസിക്കാൻ പറ്റാതെ ഒരു ചുവട് പിന്നിലേക്ക് വേച്ചുപോയി. വൈദു, ഒന്നുമില്ലടാ, അവനെൻ്റെ മോനല്ലേ, ഒന്നും ഉണ്ടാകില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വൈദേഹി സമാധാനിപ്പിക്കുമ്പോൾ അയാൾ സ്വയം നീർന്നുണ്ടായിരുന്നു. വീരസിംഹ പറഞ്ഞു കേട്ട് ഞെട്ടിൽ നിന്നും അപ്പോഴും പുറത്തു വന്നിരുന്നില്ല ആരോഹി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടതും രേഷു വല്ലായ്മയോടെ അവളെ അമർത്തി പിടിച്ചു. വാ. തളർന്നു നിൽക്കുന്ന വൈദേഹിയെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് വീരസിംഹ പറഞ്ഞു കേട്ടതും അവർ ഒരു തളർച്ചയോടെ അയാളുടെ ഒപ്പം പുറത്തേക്ക് നടന്നു. കൂടെ തന്നെ നിറഞ്ഞ കണ്ണുകളുമായി അക്ഷയും. അവന് നന്നായി നടക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ കൂടിയുണ്ടായിരുന്നു അവരോടൊപ്പം. തൻ്റെ ഏട്ടന് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായി എന്നറിഞ്ഞുകൊണ്ട് മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ അവനുമാകുമായിരുന്നില്ല. വേഗം തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിക്കാൻ പറഞ്ഞുകൊണ്ട് വൈദേഹിയുമായി വീരസിംഹ കാറിൻ്റെ പുറകിലേക്ക് കയറി. കൂടെ അക്ഷയും. അരു. നിറഞ്ഞ കണ്ണുകളുടെ ഞെട്ടിൽ നിൽക്കുന്ന അരുഹെ രേഷ്മ പതിയെ തൊട്ടതും അവളൊരു കരച്ചിലോടെ രേഷ്മയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അരുവിന് ഇങ്ങനെയൊരു ഇഷ്ടം സഹസ്രയോടുള്ള കാര്യം ആ ഹോസ്പിറ്റൽ മുഴുവനും പാട്ടാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അവസ്ഥ കണ്ട് സീനിയർ ഡോക്ടർമാർ സങ്കടത്തോടെ നിന്നു. നമുക്ക് പോയാലോ ഹോസ്പിറ്റൽ? എന്താ ഏതാണെന്നും
അറിയാതെ എനിക്ക് ഇവിടെ ഇരുന്നാൽ സമാധാനം കിട്ടില്ല രേഷു. സാറിനൊന്നും പറ്റില്ല. നീ ഇങ്ങനെ കരയാതിരിക്കാരൂ. ഇന്നിപ്പോൾ എന്തായാലും ഇത്ര രാത്രിയായില്ലേ. അതുമാത്രമല്ല നമുക്കിവിടെ ഒന്നും അറിയുകയില്ലല്ലോ. എന്തായാലും നാളെ രാവിലെ നമുക്ക് പോകാം. ഏങ്ങിലൂടെ പറയുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രേഷ്മ ആശ്വസിപ്പിച്ചതും അതിന് വേദനയോടെ അവളൊന്ന് തലകുലുക്കി. ദക്ഷമോളെ. ദക്ഷയുടെ സാരിയിൽ ഉടനീളം കാണുന്ന ചോരപ്പാടിലേക്ക് നോക്കി നിൽക്കിയ എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം നേരം കൊണ്ട് ഒന്ന് നിറഞ്ഞു നിന്നു. ദക്ഷമോളെ. ദക്ഷയുടെ സാരിയിലുടനീളം കാണുന്ന ചോരപ്പാടിലേക്ക് നോക്കി നിൽക്കിയ എല്ലാവരുടെയും കണ്ണുകൾ നിമിഷം നേരം കൊണ്ട് നിറഞ്ഞു നിന്നു. ചുമരിൽ ചാരി നിൽക്കുന്ന ദക്ഷ വീരസിംഹയുടെ ദയനീയമായ ശബ്ദത്തിൽ പതിയെ കണ്ണുകൾ തുറന്നു. മാമേ, ബ്രഹ്മേട്ടൻ എനിക്ക് വേണ്ടി. കാറ്റുപോലെ ഓടി വന്ന് അയാളെ നെഞ്ചിൽ തല മുട്ടിച്ചുകൊണ്ട് അവൾ ഏങ്ങിലൂടെ കരയുമ്പോൾ തൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അയാൾ. നിറഞ്ഞ കണ്ണുകളോടെ ആ രംഗം നോക്കിയെന്ന വൈദേഹി തളർച്ചയോടെ ഇരിക്കുമ്പോൾ അവർക്കരികിൽ ഒരു ബലത്തിനായി അക്ഷയും വന്നിരുന്നു. എൻ്റെ കുഞ്ഞ്, അവനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല അക്ഷി. നിറഞ്ഞ കണ്ണുകളോടെ വീതുമ്പുന്ന വൈദേഹി പറഞ്ഞു കേട്ടതും അക്ഷയ് സങ്കടത്തോടെ അവരെ തന്നെ നെഞ്ചിലേക്ക് ചാരിയെത്തി. കരച്ചിലും അതിൻ്റെ ഏങ്ങലും പിന്നെ നിശ്വാസങ്ങളുമായി അവർ നാലുപേരും ആ ഹോസ്പിറ്റലിൽ തളർന്നിരിക്കെ വീരസിംഹ അറിയുന്നവർ അയാൾ അത്ഭുതത്തോടെ നോക്കി നടന്നു പോയിരുന്നു. അപ്പം തന്നെ കൗതുകത്തോടെ നോക്കുന്നവരെ ശ്രദ്ധിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു അയാൾ. ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛൻ. തന്നെ ആദ്യം അപ്പ എന്ന് വിളിച്ച ആദ്യത്തെ കൺമണി കഴിഞ്ഞേയുള്ളൂ അയാൾക്ക് അക്ഷയ് പോലും. അത് അക്ഷയ്ക്കും വൈദേഹിക്കും അറിയാവുന്ന കാര്യമാണ്. ആ പേര് പറഞ്ഞ് അക്ഷയ് കുശുമ്പ് കുത്തിയിരിക്കുന്നത് പതിവായിരുന്നു. സഹസ്ര ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും 2-2.5 മണിക്കൂറത്തെ സർജറിക്ക് ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടർ പതിയെ ചോദിച്ചു കേട്ടതും വീരസിംഹ വെപ്രാളത്തോടെ അയാളുടെ അരികിലേക്ക് നടന്നു. ഡോക്ടർ, എൻ്റെ മോൻ. പേടിക്കണ്ട സാർ, ആളിപ്പോൾ ഓക്കെയാണ്. 2 ദിവസത്തിനകം റൂമിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കയറി കാണണമെങ്കിലാകാം കേട്ടോ. വീരസിംഹയെ കണ്ട് ബഹുമാനത്തോടെ അയാൾ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും മുന്നിൽ നിൽക്കുന്നത് അകത്ത് കിടക്കുന്ന സഹസ്ര അച്ഛൻ മാത്രമാണെന്ന് ഓർത്തതും അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കേട്ടതും വീരസിംഹ അയാളെ നിന്ന് പുണർന്നുകൊണ്ട് മാറി. ഞാനൊന്ന് കണ്ടോട്ടെ. നിറഞ്ഞ കണ്ണുകളോടെ ദക്ഷ ചോദിച്ചു കേട്ടതും ഡോക്ടറിനെ കണ്ണുകൾ അവളുടെ ഡ്രസ്സിലേക്കൊന്ന് നീണ്ടു. ഒന്ന് ഫ്രഷ് ആയിട്ട് കണ്ടോളൂ, ഇൻഫെക്ഷൻ ആകാതെ ഇരിക്കണമല്ലോ. അവളെ ചുവന്ന് വീങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് അലിവോടെ നോക്കി അയാൾ ഒരു പുഞ്ചിരിയിൽ പറയുമ്പോൾ ദക്ഷ വേഗം തല കുലുക്കിപ്പോയി. അപ്പോൾ തന്നെ ഡ്രൈവറെ വിട്ട് ദക്ഷയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയിരുന്ന വീരസിംഹ അത് അവളുടെ കയ്യിൽ കൊടുത്ത് എടുത്ത റൂമിന് ചാവിയും കൊടുക്കുമ്പോൾ വെപ്രാളത്തോടെ അവൾ അവിടേക്ക് ഓടിയിരുന്നു. അവൾക്ക് എത്രയും വേഗം തന്നെ സഹസ്രയെ കണ്ടാൽ മതിയെന്നേയുള്ളൂ. മോൾ കയറി കണ്ടിട്ട് വന്നോ? ഞങ്ങൾ കണ്ടതാ. ഫ്രഷായി വെപ്രാളത്തോടെ തങ്ങൾക്കരികിലേക്ക് ഓടി വരുന്ന ദക്ഷയെ കണ്ടതും അവളുടെ തോളിൽ മെല്ലെ അമർത്തിക്കൊണ്ട് വീരസിംഹ പറഞ്ഞു കേട്ടതും നിറഞ്ഞ കണ്ണുകളോടെ ദക്ഷ സഹസ്രയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയിരുന്നു. വയറുകൾക്കിടയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന സഹസ്രയെ നോക്കിയതും തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നതും വെപ്രാളത്തോടെ വേഗം തന്നെ തൻ്റെ വാ പൊത്തിയിരുന്നു അവൾ. ഇന്ന് ആ വീട്ടിലും താൻ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ അവനിങ്ങനെ ഒരു അപകടം പറ്റില്ലായിരുന്നു എന്നോർത്തതും അവൾക്ക് നെഞ്ചി വീങ്ങിപ്പോയി. കണ്ണുകളടച്ച് സാവധാനം ശ്വാസം എടുക്കുന്നവനെ ഒന്ന് തൊട്ട് തഴുകി അവൾ. തളർത്തിയോടെ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് തൻ്റെ ഇടം നെഞ്ചിൽ അമർത്തി ചിമ്പിച്ചവനെ ഓർത്തതും ദക്ഷൻ നിറഞ്ഞ കണ്ണടച്ച് സഹസ്ര നെറ്റിയിൽ പതിയെന്ന് മുത്തിമാറി. ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ബ്രഹ്മേട്ടാ. എൻ്റെ എല്ലാം തെറ്റ്. ഞാൻ കാണാല്ലേ ഇങ്ങനെയെല്ലാം. ദക്ഷയുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവന് കണ്ണ് തുറക്കുന്നത് വരെ അവൾക്കിനി ഉറക്കം കാണില്ല എന്ന് ഓർത്തുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ദക്ഷ പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയുണ്ട് സാറിപ്പോൾ? സഹസ്ര ഇപ്പോൾ ഓക്കെയാണ്. നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അറിയാത്ത സ്ഥലമല്ലേ? അരുവിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രേഷ്മ വീരസിംഹയുടെ ബഹുമാനത്തോടെ ചോദിച്ചു കേട്ടതും അയാൾ അവരെയും അവിടെ കൂടെ വന്ന ബാക്കി 2 ഡോക്ടർമാരെയും നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാണ് വരാതിരിക്കുന്നത്? സ്ഥലം അത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ വന്ന് നോക്കാത്തത്. അതിലൊരു സീനിയർ ഡോക്ടർ പറഞ്ഞു കേട്ടതും വീരസിംഹ പതിയൊന്ന് മോളി. റൂമിലായിരുന്നു എല്ലാവരും ആ സമയം. അരുവിൻ്റെ കണ്ണ് അക്ഷയുടെ അരികിൽ വീർത്ത കൺപുളകളായിരിക്കുന്ന ദക്ഷയിൽ ഒന്ന് പതിഞ്ഞു. അവളുടെ ഈർത്തം കാണി ഒന്ന് പൂരികം ചുളിഞ്ഞു പോയി. അരു, എന്തിനാ ഇന്നലെ ഈ ചേച്ചി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത്? ഈ ചേച്ചി തിരക്കി പോയിടത്തു നിന്നല്ലേ സാറിന് അപകടം പറ്റിയത്? രാത്രി അങ്ങനെ സാറിന് പറഞ്ഞു വിടണ്ടായിരുന്നു. അതല്ലേ ഇങ്ങനെയൊന്നും ഉണ്ടായത്? ദക്ഷയുടെ നെഞ്ചി വീങ്ങിയുള്ള ഇരുത്തം കണ്ടിട്ട് സഹിക്കാതെ അരു തൻ്റെ ദേഷ്യം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ അമർഷത്തോടെ ചോദിച്ചു. ഇന്നലെ ദക്ഷയുടെ കോള് അവിടെ അടുത്ത് വെച്ചായിരുന്നല്ലോ വന്നത്. സഹസ്രയ്ക്ക് പറ്റിയത് എന്താണെന്ന് വിശദമായി പറയാതെ ആ ഒരു ആക്സിഡന്റിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയപ്പോൾ അവനും പറ്റിയ അപകടമാണെന്നാണ് പറഞ്ഞത് ഒഴിഞ്ഞിരുന്നു വീരസിംഹ. അതുകൊണ്ട് തന്നെ ദക്ഷയുടെ അരുവിന് വല്ല താമസം തോന്നുന്നുണ്ടായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് വന്നിരുന്ന് കരയുന്നു എന്നതുപോലെയാണ് അരു അവളെ നോക്കിയിരുന്നത്. ഇറങ്ങിപ്പോ ആരോഹി. സാർ. വീരസിംഹയുടെ കടുത്ത വാക്കുകൾ അരുവിനെ വീണതും അവൾ വിശ്വാസം വരാതെ അയാളെ ഒന്ന് നോക്കി. എൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇവളെ കുറ്റപ്പെടുത്താൻ നിനക്ക് ആരാധികാരം തന്നത്?
ഇത് ഞങ്ങളുടെ മാത്രം കുടുംബകാര്യമാണ്. അതിൽ അന്യൊരാൾ ഇടപെടുന്നത് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഗസ്റ്റായിട്ട് വന്നെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒരല്പം പോലും മുന്നോട്ട് ചലിക്കരുത്. ഞാൻ പറഞ്ഞത് ആരോഹിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അരുവിനെ നോക്കി കടുപ്പത്തിൽ വീരസിംഹ പറഞ്ഞു കേട്ടതും അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ട് ഉമ്മിനിറക്കിക്കൊണ്ട് അവൾ തല കുലുക്കിപ്പോയി. നിർവികാരമായിരിക്കുന്ന ദക്ഷ പക്ഷെ അരുവിൻ്റെ ചോദ്യമൊന്നും കേട്ടിരുന്നില്ല. അവൾക്ക് സഹസ്ര ചിന്ത മാത്രമായിരുന്നു. അവനെ അടുത്തൊന്ന് കണ്ടാൽ മതിയെന്ന ഭാവം. അതാണ് അവൾക്ക്.